ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള ഹോഫ്ബ്രോ ഹൗസ് ബിയർ ഹാളിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുള്ള ഒരു ബിയർ ഹാൾ. മ്യൂണിക്കിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയാണ് ഈ ബിയർ ഹാൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം വ്യക്തമാകും. 16-ാം നൂറ്റാണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ബിയർ വിൽപ്പന കേന്ദ്രം ലോകത്തിന് തന്നെ ചരിത്രം മാറ്റിക്കുറിച്ച പല സംഭവങ്ങൾക്കും തുടക്കം കുറിച്ചത് ഈ ഒരു കെട്ടിടത്തിനകത്തുനിന്നാണ്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. യൂറോപ്പിൽ 15-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്തതാണ് ബിയർ ഹാൾ സംസ്കാരം. ഇവിടെ ബിയർ ഹാൾ എന്നത് മദ്യശാലയല്ല, ആളുകൾ ഒത്തുചേരുന്നതും സാംസ്കാരിക വിനിമയം നടക്കുന്നതുമായ ഒരു കേന്ദ്രം. ഇവിടുത്തെ ആസ്ഥാന ഗായകരാണ്. ഹോഫ്ബ്രോ ഹൗസിലെ സംഗീതജ്ഞർ ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു ഗാനം പൊഴിക്കും. കലയും ചർച്ചയും ആശയപ്രചരണവുമെല്ലാം ചേരുന്നിടമാണ് യൂറോപ്പിലെ ബിയർ ഹാളും ബിയർ ഗാർഡനുകളും. നമ്മൾ കേരളത്തിൽ ബിയറിനു നൽകുന്ന സ്ഥാനമേ അല്ല പാശ്ചാത്യ നാടുകളിൽ അതിനുള്ളത്. ഇന്നാട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ബിയർ. വൈകുന്നേരങ്ങളിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഇത്തരം കേന്ദ്രങ്ങളിൽ ഒത്തുകൂടി ബിയർ നുണഞ്ഞ് കഥകൾ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവച്ച് പിരിയുന്നു. ബിയർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട പാനീയമാണെങ്കിലും 10-ാം നൂറ്റാണ്ടിന് ശേഷം ക്രിസ്തീയ സന്യാസി മഠങ്ങളിലാണ് അത് വ്യാപകമായി ഉൽപ്പാദിപ്പിച്ചു വന്നത്. വൈദികർ നോമ്പുകാലത്ത് അവർക്ക് കഴിക്കാവുന്ന ഒരു പാനീയമെന്ന മട്ടിൽ ബിയറിനെ കണ്ടിരുന്ന ഒരു കാലം. ആ കാലത്തിന്റെ പിന്തുടർച്ച തന്നെയാണ് യൂറോപ്പിലെ ബിയർ കൾച്ചർ. ബിയറിന് ഇവിടെ ഒരു ആത്മീയ പരിവേഷം കൂടിയുണ്ട്. പണ്ട് വലിയ തോതിൽ ബിയർ ഉണ്ടാക്കുന്ന ബ്രൂവറികൾ മിക്കതും സന്യാസി മഠങ്ങളോട് അനുബന്ധിച്ചായിരുന്നു. ഇന്നും ജർമ്മനിയിലെയും യൂറോപ്പിലെയും മറ്റു പല രാജ്യങ്ങളിലെയും ചില ബിയർ ബ്രാൻഡുകളുടെ ഉൽപ്പാദകർ സന്യാസി മഠങ്ങൾ തന്നെയാണ്. ലോകതലത്തിൽ തന്നെ മ്യൂണിക്കാണ് ബിയറിന്റെ ആസ്ഥാനം. എത്രയോ നൂറ്റാണ്ടുകളായി ഈ നഗരം ബിയറിനെ സാംസ്കാരിക പാനീയമായി ഉപയോഗിച്ചു വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബിയർ ഹാളുകളുള്ളതും മ്യൂണിക്കിലാണ്. ബിയർ പാനവേദി എന്നതിനപ്പുറം സാംസ്കാരിക രാഷ്ട്രീയ സമ്മേളനങ്ങളുടെ വേദി കൂടിയായി മാറാറുണ്ട് ഇപ്പോഴും ഇത്തരം ബിയർ ഹാളുകൾ. 1920-കളിൽ അഡോൾഫ് ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ സമ്മേളനങ്ങൾ പലതും നടത്തിയിരുന്നത് ഈ ബിയർ ഹാളിൽ വച്ചാണ്. ഹിറ്റ്ലറുടെ ബിയർ ഹാൾ പ്രസംഗങ്ങൾ പിന്നീട് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച സംഭവങ്ങൾക്ക് കാരണമായി. ഇന്നും മ്യൂണിക്കിലെ ബിയർ ഹാളുകൾ അതിന്റെ സജീവത നിലനിർത്തുന്നു. ഹോഫ്ബ്രോ ഹൗസിലെ കാഴ്ചകൾ പകർത്തിയെടുത്ത ശേഷം ഞാൻ അവിടെ നിന്നുമിറങ്ങി. ഹോഫ്ബ്രോ ഹൗസിനുള്ളിൽ ഒരു ഇരിപ്പിടം കിട്ടുന്നതിനായി കാത്തുനിൽക്കുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. മുന്നിലെ തെരുവിൽ ധാരാളം ആളുകളുണ്ട്. ചിലയിടത്ത് ബവേറിയയുടെ പാരമ്പര്യ വസ്ത്രം ധരിച്ച സ്ത്രീകളെ കാണാം. ഈ നിൽക്കുന്ന പാട്ടുകാരൻ്റേതാണ് ബവേറിയൻ പുരുഷവേഷം. ലെതർ ജാക്കറ്റും ലെതർ പാൻസും ലെതർ തൊപ്പിയും. ഒക്ടോബർ ഫെസ്റ്റിന്റെ സമയത്ത് ഈ തനതു വസ്ത്രം ധരിച്ചു പുറത്തിറങ്ങുക എന്നത് ഇന്നാട്ടുകാരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. നമ്മേക്കാൾ പാരമ്പര്യവാദികളാണ് ഇവർ. ബയേൺകാർ അഥവാ ബവേറിയക്കാർ എന്നറിയപ്പെടുന്നതിലാണ് ഇവർക്ക് താൽപര്യം. ജർമ്മനി എന്ന രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഇതൊരു രാജ്യമാണെന്നും ഒരൊറ്റ സംസ്കാരമാണെന്നും ധരിക്കരുത്. ഈ രാജ്യത്തിന്റെ ഓരോ ചെറിയ പ്രദേശത്തും വ്യത്യസ്തമായ പാരമ്പര്യവും സംസ്കാരവുമാണുള്ളത്. തങ്ങളുടേതായ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഓരോ പ്രദേശത്തുള്ളവരും മത്സരിക്കുന്നു. രാജ്യതലസ്ഥാനം ബെർലിനാണെങ്കിലും മറ്റെല്ലാ തലത്തിലും പ്രാമാണ്യം മ്യൂണിക്കിനാണ്. ഹോഫ്ബ്രോ ഹൗസ് കാണാനും അവിടെ ഇരുന്ന് ഒരു മഗ് ബിയർ കഴിക്കുന്നതിനും വരുന്നവർ ഊഴം കാത്ത് അതിനു മുന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു.
ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ ചരിത്രമന്ദിരമായി മാറിയ ആ ബിയർ വ്യാപാര കേന്ദ്രത്തെ ക്യാമറയിലാക്കുന്നു. ഹോഫ്ബ്രോ ഹൗസിനു മുന്നിൽ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. അടുത്തതായി മരിയൻ പ്ലാറ്റ്സ് എന്നറിയപ്പെടുന്ന ടൗൺ സ്ക്വയറിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം മ്യൂണിക്കിലെ ഓൾഡ് ടൗണിന്റെ ഭാഗമാണെങ്കിലും അതിന്റെ കേന്ദ്രസ്ഥാനം മരിയൻ പ്ലാറ്റ്സ് ആണ്. അവിടേക്കാണ് നടക്കുന്നത്. ഈ വഴികളിൽ കാർ അനുവദനീയമാണെങ്കിലും അധികമാരും അത് ഉപയോഗിക്കുന്നില്ല. എല്ലാവരും നടക്കുന്നു. വലിയ അത്യാവശ്യക്കാർ മാത്രം കാർ എടുക്കുന്നു. അല്ലാത്തവരെല്ലാം നടക്കുന്നു. അതുകൊണ്ട് തന്നെ തെരുവുകൾ വളരെ ശാന്തമാണ്. നമ്മുടെ നഗരങ്ങളും ക്രമേണ ഈ വിധത്തിൽ മാറേണ്ടതുണ്ട്. ഓൾഡ് ടൗൺ ഹാളിന്റെ ചുവട്ടിലെ നടപ്പാതയിലൂടെ നടന്നെത്തുന്നത് മരിയൻ പ്ലാറ്റ്സിലേക്കാണ്. ഇതാണ് മരിയൻ പ്ലാറ്റ്സിന്റെ ഒരു ഭാഗം. മ്യൂണിക് സിറ്റി സെന്ററിലെ സെൻട്രൽ സ്ക്വയർ എന്നാണ് ഇവിടം വിശേഷിപ്പിക്കപ്പെടുന്നത്. ബവേറിയയുടെ തന്നെ സാംസ്കാരിക കേന്ദ്രസ്ഥാനമാണ് മരിയൻ പ്ലാറ്റ്സ്. ഈ കെട്ടിടം റാറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നു. മ്യൂണിക്കിന്റെ സിറ്റി ഹാളാണിത്. അതിന്റെ ഒരു ഭാഗത്ത് ക്ലോക്ക് ടവർ. നേരം 5 മണിയാവാറായിരിക്കുന്നു. 5 മണിക്ക് ഈ ക്ലോക്ക് ടവറിൽ ഒരു പരിപാടിയുണ്ട്. കുറെ പ്രതിമകളുടെ പരേഡാണ് അതിൽ പ്രധാനം. മരിയൻ പ്ലാറ്റ്സിലെ വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ക്ലോക്ക് ടവർ. ഞങ്ങൾ ആ പരിപാടി തുടങ്ങുന്നതും കാത്തു നിൽക്കുകയാണ്. കൃത്യം 5-ന് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. കുഴലൂത്തുകാരും സൈനികരും പതാകവാഹകരുമെല്ലാം നീങ്ങുന്നുണ്ട്. റാത്ത് ഹൗസ് ഗ്ലോക്കൻസ്പീൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. 1908-ലാണ് ഈ സംവിധാനം ഇവിടെ സ്ഥാപിതമാകുന്നത്. അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ 11-നും ഉച്ചയ്ക്ക് 12-നും വൈകിട്ട് 5 മണിക്കും ഈ പരേഡ് നടന്നുവരുന്നു. 16-ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ് പരിപാടിയുടെ ഇതിവൃത്തം. അന്ന് ബവേറിയയുടെ ഭരണാധികാരിയായിരുന്ന വില്യം അഞ്ചാമന്റെ വിവാഹ ഘോഷയാത്ര ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. വില്യം അഞ്ചാമന്റെ യുദ്ധവിജയവും പരേഡിന് വിഷയമാണ്. കുതിരപ്പുറത്തു നീങ്ങുന്ന രാജാവ് എതിരാളിയെ കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തുന്നതാണ് അതിൽ ചിത്രീകരിക്കുന്നത്. താഴത്തെ നിലയിൽ കുറെ നർത്തകരെയാണ് കാണുക. കൂപ്പേഴ്സ് ഡാൻസ് എന്ന് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. മരവീപ്പുകൾ ഉണ്ടാക്കുന്ന പണിക്കാരാണ് കൂപ്പർമാർ. 1517-ൽ മ്യൂണിക്കിൽ പ്ലേഗ് പടർന്നു പിടിച്ചിരുന്നു. വലിയ രാജഭക്തരായിരുന്നു കൂപ്പർമാർ. പ്ലേഗ് ദിനങ്ങളിൽ അവർ സംഘമായി രാജാവിന്റെ അവദാനങ്ങൾ പാടിക്കൊണ്ട് മ്യൂണിക് തെരുവിലൂടെ നൃത്തം ചെയ്ത് കടന്നുപോയിരുന്നു അത്രേ. ആ സംഭവത്തെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഈ നൃത്തത്തിലൂടെ. 2-ാം ലോക മഹായുദ്ധകാലത്ത് ബോംബാക്രമണത്തിൽ റാത്ത് ഹൗസ് തകർന്നപ്പോൾ ക്ലോക്ക് ടവറിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പരേഡ് കാണാൻ ആയിരങ്ങൾ എത്തിയിട്ടുണ്ട്. 1960-കളിലാണ് അത് പൂർണ്ണമായും പുനഃസൃഷ്ടിച്ചെടുത്തത്. റാത്ത് ഹൗസിനു മുന്നിൽ ഒരു കോളമുണ്ട്. അതിനു മുകളിൽ കന്യാമറിയത്തിന്റെ ഒരു പ്രതിമ. മരിയൻ കോളം എന്നാണ് ആ സ്തംഭം അറിയപ്പെടുന്നത്. 1638-ൽ 30 വത്സര യുദ്ധത്തിന്റെ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ചതാണ് മരിയൻ കോളം. പിന്നിൽ അക്കാണുന്നതാണ് ഇവിടുത്തെ പഴയ സിറ്റി ഹാൾ. 1874 വരെയും മ്യൂണിക് മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം അതായിരുന്നു. ഇത് സെന്റ് പീറ്റേഴ്സ് ചർച്ചാണ്. ഇത്തരത്തിൽ ഏതാനും പള്ളികളുമുണ്ട് മരിയൻ പ്ലാറ്റ്സിന് ചുറ്റും. ഇതാണ് മരിയൻ പ്ലാറ്റ്സിലെ പ്രധാന ആകർഷണമായ റാറ്റ് ഹൗസ് അഥവാ പുതിയ സിറ്റി ഹാൾ. ബ്രസൽസിൽ കണ്ടതുപോലെ അത്ര വിശാലമായ ചത്തുരമൊന്നുമല്ല മരിയൻ പ്ലാറ്റ്സ്. മരിയൻ കോളമാണ് ചത്തുരത്തിന്റെ കേന്ദ്രസ്ഥാനം. ഈ സ്തംഭവും 2-ാം ലോക മഹായുദ്ധത്തിനിടെ തകർന്നതാണ്. പിന്നീട് പഴയ രീതിയിൽ ഇത് പുനഃസൃഷ്ടിക്കുകയായിരുന്നു. സ്തംഭച്ചുവട്ടിൽ ബറോക്ക് ശൈലിയിലുള്ള 4 ശില്പങ്ങളുണ്ട്. ഫെർഡിനൻഡ് മോർമാൻ എന്ന ശില്പി നിർമ്മിച്ചതാണത്.
റാറ്റ് ഹൗസ് ഇവിടുത്തെ വിശിഷ്ടമായ ഒരു നിർമ്മിതി തന്നെയാണ്. സാൻഡ്സ്റ്റോണിൽ പണിത അതിബൃഹത്തായ ഒരു മന്ദിരം. പഴയ രൂപത്തിൽ തന്നെ അതങ്ങനെ നിലകൊള്ളുന്നു. ചത്തുരത്തിൽ പലയിടത്തും ഭോജനശാലകളും ബിയർ ഗാർഡനുകളുമുണ്ട്. വിവിധ ഭാഗത്തുനിന്നും മരിയൻ പ്ലാറ്റ്സിലേക്ക് തെരുവുകൾ വന്നു ചേരുന്നു. അതിലൂടെയെല്ലാം ജനം ഒഴുകുകയാണ്. ടൂറിസ്റ്റുകളാണ് ഇതെല്ലാം. നാട്ടുകാരെ ഈ ശനിയാഴ്ചയുടെ വൈകുന്നേരം ഇവിടെ അധികം കാണില്ല. ഈ ഒരു നഗരത്തിലേക്ക് ഓരോ ദിവസവും എത്രയെത്ര സഞ്ചാരികളാണ് വന്നു നിറയുന്നതെന്ന് കാണുക. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഞങ്ങൾ നടന്നു. ശനിയാഴ്ചയാണെങ്കിലും കടകളെല്ലാം തുറന്നിരിക്കുന്നു. ഓഫീസുകൾക്കാകട്ടെ ഇന്ന് അവധിയാണ്. 12ാം നൂറ്റാണ്ട് മുതൽ തന്നെ മ്യൂണിക് നഗരത്തിലെ ഏറ്റവും പ്രധാന ചത്തുരമായിരുന്നു മരിയൻ പ്ലാറ്റ്സ്. അന്നു മുതൽ നഗരത്തിലെ പ്രധാന പൊതുചടങ്ങുകൾക്കെല്ലാം വേദിയായിരുന്നത് ഇവിടമാണ്. മരിയൻ പ്ലാറ്റ്സ് എപ്പോഴും സജീവമായിരിക്കും. അതുകൊണ്ട് തന്നെ തെരുവ് കലാകാരന്മാരുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇവിടെ ഫുട്ബോൾ കൊണ്ട് അഭ്യാസം കാണിക്കുന്ന ഒരാളുണ്ട്. ഫുട്ബോൾ നിലത്ത് വീഴാതെ അതുകൊണ്ട് പലവിധങ്ങളായ അഭ്യാസങ്ങൾ നടത്തുന്നു. പന്ത് അയാളുടെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണെന്ന് തോന്നും. കാന്തശക്തിയാൽ ചേർന്നു നിൽക്കുന്നത് പോലെയാണ് അയാളുടെ ശരീരത്തിൽ പന്ത് ഒട്ടി നിൽക്കുന്നത്. അതൊരു അത്ഭുത പ്രതിഭാസം പോലെ തോന്നി. നിന്നും കിടന്നുമെല്ലാം പന്തുകൊണ്ട് പലവിധ അഭ്യാസങ്ങൾ നടത്തുന്നു. അത് ഒരിക്കലും നിലത്ത് വീഴുന്നുമില്ല. കൗതുകമുണർത്തുന്ന ആ പരിപാടി കുറച്ചുനേരം ഞാൻ കണ്ടുനിന്നു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ചത്തുരത്തിന്റെ മറ്റൊരു ഭാഗത്ത് വലിയൊരു പള്ളിയുണ്ട്. ഫ്രൗവൻ കിർഹെ എന്ന് അതറിയപ്പെടുന്നു. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ പള്ളിയാണ്. അതിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. 2ാം ലോക മഹായുദ്ധത്തിനിടെ തകർന്നടിഞ്ഞുപോയ പള്ളിയാണിത്. യുദ്ധശേഷം പള്ളിയുടെ നാശാവശിഷ്ടങ്ങൾ നീക്കാൻ തന്നെ മാസങ്ങൾ വേണ്ടിവന്നു. 1994-ലാണ് ഇത് ഇന്ന് കാണുന്ന വിധം പൂർത്തിയാക്കിയത്. മ്യൂണിക് കത്തീഡ്രൽ എന്നാണ് പൊതുവെ ഇതറിയപ്പെടുന്നത്. ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയത്തെയാണ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. മ്യൂണിക് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമാണ് ഇത്. അതിനകത്തേക്ക് ആളുകൾ കയറിപ്പോകുന്നുണ്ട്. അകത്ത് ഗംഭീരമായ കാഴ്ചകളുമുണ്ട്. പക്ഷേ കത്തീഡ്രലിനകം ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല. മരിയൻ പ്ലാറ്റ്സിലേക്ക് വീണ്ടും എത്തുമ്പോൾ കെട്ടിടങ്ങൾക്കെല്ലാം കൂടുതൽ പ്രസന്നഭാവം കൈവന്നിരിക്കുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് തകർന്നൊഴിഞ്ഞുപോയ നഗരമാണ് മ്യൂണിക്. അതിനെ യുദ്ധത്തിനു മുൻപുള്ള അതേ രൂപത്തിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അത്ഭുതം. എവിടെയുമുണ്ട് ഒരു കുലീനഭാവം. അതെല്ലാം കണ്ടും ആസ്വദിച്ചും ഞാൻ സ്ക്വയറിലൂടെ നടന്നു. സുന്ദരമായി കല്ല് വിരിച്ചിരിക്കുന്നു. സ്ക്വയറിൽ അങ്ങിങ്ങു വന്നിരുന്ന് കലാകാരന്മാർക്ക് സംഗീത പരിപാടി അവതരിപ്പിക്കാം. അവർക്ക് പ്രോത്സാഹനമായി നല്ല സംഭാവനകൾ ലഭിക്കുന്നുണ്ട്. പല പല തെരുവുകൾ, അതിലൂടെ ട്രാമുകൾ ഓടുന്നുണ്ട്. ആളുകൾ സൈക്കിളിൽ പോകുന്നുണ്ട്. നമ്മുടെ പഴയ നഗരഭാഗങ്ങൾ ഈ വിധം മാറ്റുകയും കെട്ടിടങ്ങൾക്ക് ഇങ്ങനെയൊരു വൃത്തി കൈവരികയും വേണം. ഒരു കെട്ടിടത്തിൽ സാധിക്കുന്നിടത്തെല്ലാം ബോർഡുകൾ സ്ഥാപിക്കണമെന്നില്ല. നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനായി തലങ്ങും വിലങ്ങും കമ്പികൾ വലിച്ചു കെട്ടിയിട്ടില്ല.
അപൂർവമായി മാത്രമേ റോഡിന് മുകളിൽ കമ്പികൾ കാണുന്നുള്ളൂ. അത് ഇലക്ട്രിക് ട്രാമുകൾക്ക് വൈദ്യുതി നൽകുന്ന കമ്പികളാണ്. എവിടെയുമുണ്ട് സംഗീതം പൊഴിക്കുന്നവർ. ഒരാൾ അക്കോർഡിയനുമായിട്ടാണ് വരുന്നതെങ്കിൽ മറ്റൊരാൾ വയലിനുമായിട്ടായിരിക്കും. ഞാനും ബിനുവും തിരികെ ഒഡിയോൺസ് ഫ്ലാറ്റ്സിലേക്ക് നടന്നു. ഇനി ഞങ്ങൾക്ക് ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്ന ഫെയർ ഗ്രൗണ്ടിലേക്ക് പോകണം. ഇന്ന് വൈകുന്നേരം അവിടെ ആഘോഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് തന്നെ. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. തിരികെ ഒഡിയോൺസ് ഫ്ലാറ്റ്സിലേക്ക് എത്തുമ്പോൾ പുസ്തക വായനക്കാർക്കായി നിരത്തിയിരിക്കുന്ന ഊഞ്ഞാലിലും ഇരിപ്പിടങ്ങളിലുമെല്ലാം ആളുകൾ നിറഞ്ഞിരിക്കുന്നു. ഒഡിയോൺസ് ഫ്ലാറ്റ്സിലെ റെസ്റ്റോറന്റുകളെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു. ഒക്ടോബർ ഫെസ്റ്റ് നടക്കുകയായതിനാൽ ഇവർക്കൊന്നും വലിയ കച്ചവടം കിട്ടില്ല. ജനം മുഴുവൻ ആ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലായിരിക്കും. ബിനുവിന്റെ കാറിൽ കയറി ഞങ്ങളിനി ഫെയർ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. പാതയോരത്ത് ചരിത്ര പ്രാധാന്യമുള്ള നിരവധി കെട്ടിടങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ കാണാം. മ്യൂണിക് ഒരു ഹൈടെക് സിറ്റിയാണ്. അതിന്റെ ഓൾഡ് ടൗൺ മാത്രമാണ് പൗരാണിക ഭാവത്തോടെ നിലനിർത്തിയിരിക്കുന്നത്. ഓൾഡ് ടൗണിന് പുറത്ത് ധാരാളം മോഡേൺ കെട്ടിടങ്ങൾ കാണാം. ഇപ്പോൾ കുണിക്സ് പ്ലാറ്റ്സ് എന്നൊരു പ്രദേശത്തേക്കെത്തുന്നു. 19-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയ ഒരു നഗരചത്വരമാണിത്. ബ്രിയന്നർ സ്ട്രാസെ എന്ന തെരുവാണ് നീണ്ടുകിടക്കുന്നത്. മ്യൂണിക്കിലെ മ്യൂസിയങ്ങളുടെയും ആർട്ട് ഗാലറികളുടെയും ഒരു പ്രദേശമാണ് കുണിക്സ് പ്ലാറ്റ്സ്. 1930-കളിൽ നാസി പാർട്ടിയുടെ വലിയ സമ്മേളനങ്ങളും നാസി സൈന്യത്തിന്റെ വമ്പൻ പരേഡുകളും നടന്നിരുന്ന ഒരിടമാണിത്. ഹിറ്റ്ലറും മുസോളിനിയും ഒരുമിച്ച് നാസി പാർട്ടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് ഈ സ്ക്വയറിൽ വെച്ചാണ്. ഇക്കാണുന്നത് ഇവിടുത്തെ ഗ്രീക്ക് റോമൻ സ്കൾപ്ചർ മ്യൂസിയമാണ്. ഇങ്ങനെ നിരവധി മ്യൂസിയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ പ്രദേശത്തുണ്ട്. ബെർലിൻ ജർമ്മനിയുടെ രാഷ്ട്രീയ തലസ്ഥാനമാണെങ്കിൽ മ്യൂണിക് സാംസ്കാരിക തലസ്ഥാനമാണെന്ന് പറയാം. ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്ന ഫെയർ ഗ്രൗണ്ടിലേക്ക് കാറുമായി പോകുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഒരു മെട്രോ ട്രെയിനിൽ കയറി ഫെയർ ഗ്രൗണ്ടിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫെയർ ഗ്രൗണ്ടിന് സമീപത്തേക്ക് മെട്രോ സർവീസ് ഉണ്ട്. മെട്രോ യാത്ര തന്നെയായിരിക്കും ഏറ്റവും സൗകര്യപ്രദം. കാർ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലം അന്വേഷിച്ചു. ഒടുവിൽ അത് പാർക്ക് ചെയ്ത് മെട്രോ സ്റ്റേഷനിലെത്തി. ട്രെയിൻ പിടിച്ച് ഫെയർ ഗ്രൗണ്ടിനടുത്ത് ഇറങ്ങുകയും ചെയ്തു. ജനപ്രളയമായതിനാൽ മെട്രോയിലെ കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാനായില്ല. ജനം ഒഴുകുകയാണ്. നേരെ അങ്ങ് കയറി ചെല്ലാനാവില്ല. വേലിക്കെട്ടിനകത്തുകൂടി കുറേ ദൂരം നടക്കണം. ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞു വേണം ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ. അടുത്ത കാലത്ത് അഭയാർത്ഥി പ്രവാഹം ശക്തമായ ശേഷം തീവ്രവാദികൾ യൂറോപ്പിലേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു സംശയം നിലനിൽക്കുന്നതിനാൽ ഇവിടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വലിയ പരിശോധനകളുണ്ട്. ജർമ്മൻകാർക്ക് അധികം പരിശോധനയില്ല. അന്യദേശക്കാരായ ഞങ്ങളെപ്പോലെയുള്ളവർ ബാഗുകൾ വരെ തുറന്നു കാണിക്കണം. ഒടുവിൽ ഫെയർ ഗ്രൗണ്ടിലേക്കെത്തി. പല മടങ്ങ് വലിപ്പമുള്ള ഒരു തൃശൂർ പൂരം എന്ന് വിശേഷിപ്പിക്കാം. ജയന്റ് വീലുകളും പലതരം റൈഡുകളും ആഘോഷ കേന്ദ്രങ്ങളും ഒക്കെയുള്ള അതിവിശാലമായ ഫെയർ ഗ്രൗണ്ട്. ട്രഡീഷണൽ ബവേറിയൻ വസ്ത്രം ധരിച്ചു നടക്കുന്ന ആളുകൾ, സ്ത്രീകളും അത്തരം വേഷത്തിലെത്തിയിട്ടുണ്ട്. വലിയ പാരമ്പര്യവാദികളാണ് ബവേറിയക്കാർ. വിശേഷ അവസരങ്ങളിൽ അവർ തങ്ങളുടെ തനതു വസ്ത്രങ്ങൾ ധരിക്കും. നഗരത്തിലെ ജനം മുഴുവൻ വീട് വിട്ട് ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നും. റൈഡുകളും ജയന്റ് വീലും ഒന്നുമല്ല ഇവിടുത്തെ പ്രധാന സംഗതി. ബിയർ ഹാളുകളാണ്. വലിയ ടെന്റുകളാണത്. 3000-ഉം 4000-ഉം ആളുകൾക്കിരിക്കാവുന്ന പന്തലുകൾ. അത് വർണ്ണവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഓരോ ബിയർ കമ്പനിയുമാണ് ഇത്തരത്തിലുള്ള ഓരോ പന്തലും തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ നിരവധി പന്തലുകൾ. അതിനകത്ത് കലാപരിപാടികളുണ്ട്. ബിയർ കഴിക്കാം.
ഭക്ഷണം കഴിക്കാം. എത്ര നേരം വേണമെങ്കിലും അവിടെ ചെലവഴിക്കാം. അമ്യൂസ്മെന്റ് സെന്ററുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളുമെല്ലാം ഉണ്ട് ഗ്രൗണ്ടിൽ. പലവിധ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്ന ചെറിയ കിയോസ്കുകൾ, വഴിയരികിൽ നിന്ന് കഴിക്കാവുന്ന ഭക്ഷണം ലഭിക്കുന്ന കൗണ്ടറുകളുമുണ്ട്. ഈ പ്രദേശം മൊത്തത്തിൽ എങ്ങനെയിരിക്കുന്നുവെന്ന് ആദ്യം തന്നെ ഞാനൊന്ന് ചിത്രീകരിക്കുകയാണ്. ഇക്കാണുന്ന ഓരോന്നും താൽക്കാലികമായി ഒരുങ്ങിയിരിക്കുന്ന ബിയർ ഹാളുകൾ തന്നെയാണ്. ഞങ്ങൾ സഞ്ചാരം തുടർന്നു.